ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ചു നമുക്ക് കഫേ സ്റ്റൈലിൽ കഫേയിലൊക്കെ കിട്ടത്തില്ല അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ മീൽ റെഡിയാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ മെനുവിൽ ഞാൻ വിചാരിച്ച 3 ഡിഷ് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. ആദ്യത്തേത് മഷ്റൂം പാസ്ത പിങ്ക് സോസിൽ, സെക്കൻഡ് നല്ല ഗാർലിക് ബ്രെഡ്, പിന്നെ മൂന്നാമത്തത് കോൾഡ് കോഫി. ആക്ച്വലി ഇത് സിമ്പിളും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീലാട്ടോ. ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി അവർക്ക് പ്രസന്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ നമുക്ക് ഏപ്രിൻ ഇടാം, അല്ലെങ്കിൽ നല്ല ഹൈ ചാൻസ് ആണ് ഞാൻ എൻ്റെ വൈറ്റ് കുർത്ത നല്ല കളർഫുൾ കുർത്ത ആക്കുന്നത്. എന്തായാലും നമുക്ക് ആ റിസ്ക് എടുക്കണ്ട, നമുക്ക് ഏപ്രിൻ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ പാസ്തയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനെ ഫർഫാലെ പാസ്ത എന്നാ പറയാ, ബട്ടർഫ്ലൈ പാസ്ത എന്നും പറയാം. മഷ്റൂം ഞാൻ ഇവിടെ ബട്ടർ മഷ്റൂംസ് എടുത്തേക്കുന്നത്. ഗാർലിക് വേണം, അനിയൻ വേണം, ക്രീമും പാലും, ചില്ലി ഫ്ലേക്സും ഒരേഗാനോ. പിന്നെ വേണ്ടത് ടൊമാറ്റോ പ്യൂരി. ഞാൻ ഇപ്പോൾ സ്റ്റോബോട്ടാണ് മേടിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഇതെല്ലാം ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് കഫേ സ്റ്റൈലിൽ നമുക്ക് പാസ്ത ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കുണ്ടല്ലോ പാസ്ത ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം തിളച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബട്ടർഫ്ലൈ പാസ്തയാണ്, ഫർഫലെ പാസ്ത. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. പാസ്ത അൽദാന്തെ ആവുന്നിടം വരെ നമുക്കിത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ നമുക്ക് ഓണിയനും ഗാർലിക്കും ചോപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അഗാറോന്റെ എലൈറ്റ് റീചാർജബിൾ മിനി ഇലക്ട്രിക് ചോപ്പർ ആണ്. ഇതിലുണ്ടല്ലോ നമുക്ക് ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ, വെജിറ്റബിൾ, നട്ട്സ് ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ബട്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഇതിലുണ്ടല്ലോ 250 ml വരുന്ന ഫുഡ് ഗ്രേഡ് ബൗളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ഷാർപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഫോർ ക്വിക്ക് ആൻഡ് ഈവൻ എവറിഡേ കിച്ചൺ പ്രസ്. സിമ്പിൾ വൺ ടച്ച് ഓപ്പറേഷൻ ആണ് വരുന്നത് ഫോർ ഈസി കൺട്രോൾ. ബ്രാൻഡ് കോർഡ്ലെസ് ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് നമുക്കിത് സ്മോൾ കിച്ചൺ യൂസിനും പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും കൂടെ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സ്മോൾ ആൻഡ് കോമ്പാക്ട് ആണ് ഇതിന്റെ ഡിസൈൻ. ഇപ്പോൾ കണ്ടില്ലേ, ഫൈനായിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ചോപ്പ് ചെയ്ത് തരും. ഈ പ്രൊഡക്റ്റ് ഉണ്ടോ ഞാനൊരു 1.5 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ണും പൂട്ടി മേടിക്കാം. ഇത് ആക്ച്വലി എൻ്റെ കിച്ചണിൽ ഞാൻ പെട്ടെന്ന് പരിപാടി ചെയ്യുമ്പോൾ മിക്ക ദിവസവും ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഗാർലിക്കും ഓണിയനും ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് മഷ്റൂമും കൂടെ നല്ല സ്ലൈസ് ആക്കി എടുക്കാം. മഷ്റൂം ഉണ്ടല്ലോ നമുക്ക് നല്ലോണം കഴുകി ഒരു 2-3 വെള്ളത്തിൽ കഴുകേണ്ടി വരും. നല്ല അഴുക്കുണ്ട് ഇതിൽ. അപ്പോൾ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചോപ്പിങ്ങും സ്ലൈസിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവിലോട്ട് പോയി ഇതെല്ലാം കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമുക്കിനി ഉണ്ടല്ലോ കടായി വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങാം. അപ്പൊ കടായി നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ബട്ടറും കൂടെ ഇടാം. ഇനി ഗാർലിക്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് ബട്ടർ ഇടൂലേ, എണ്ണ ഒഴിച്ച് ബട്ടർ ഇടാണ്ടാവുമ്പം ബട്ടർ പെട്ടെന്ന് കരിയും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലെയർ ഓഫ് എണ്ണ ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഗാർലിക് ഇട്ടൊന്ന് ബ്രൗൺ, ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ഉള്ളിയും കൂടെ ഇടാം. ഒരു ലൈറ്റ് ഗോൾഡൻ ആവുന്നിടം വരെ നമുക്ക് ഇതിനെ സോട്ടേ ചെയ്യാം. ഉള്ളിയും ഗാർലിക്കും ഇപ്പൊ നമുക്ക് നല്ല ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ സോട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മഷ്റൂമും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് മഷ്റൂമിന്റെ വെള്ളം ഒന്ന് റിലീസ് ആവുന്നിടം വരെ നമുക്ക് ഇതിനെ നല്ലോണം സോട്ടേ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന്റെ വെള്ളം റിലീസായി ഡ്രൈ ആവുന്നിടം വരെ നമുക്ക് ഇതിന് ഇടയ്ക്കിടയ്ക്ക് സോട്ടേ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാവുന്ന ഗ്യാപ്പിൽ ഞാൻ പോയി കോൾഡ് കോഫിയും കൂടെ ഉണ്ടാക്കട്ടെ. അടുത്ത നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അഗാറോന്റെ റീഗൽ മിൽക്ക് ഫ്രോത്തർ ആണ്. ഇതുണ്ടല്ലോ 3 സ്പീഡ് പവർ മോട്ടറുടെ കൂടെ ഫാസ്റ്റ് ആൻഡ് ക്വൈറ്റ് ഓപ്പറേഷൻ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിൽ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ്, മിൽക്ക് ഷേക്സ്, കോൾഡ് കോഫി ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും.
ഇതിന്റെ ബാറ്ററി ഉണ്ടല്ലോ ലോങ് ലാസ്റ്റിങ്ങും കൂടാണ്ട് USB-C ചാർജിങ് വരുന്ന ഒരു ഓൺ ദ ഗോ യൂസ് ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിൽ 2 ഇന്റർചേഞ്ചബിൾ അറ്റാച്ച്മെന്റ്സിന്റെ കൂടെയാണ് ബ്രാൻഡ് തരുന്നത്. ഒന്ന് മിൽക്ക് ഫ്രോത്തർ, ഇത് പെർഫെക്റ്റ് ഫോമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനും, സെക്കൻഡ് ബീറ്റർ ബേസിക്കലി എഗ്സ് ബാറ്റേഴ്സ് ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് എർഗണോമിക് ഡിസൈൻ ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ കംഫർട്ടബിളും സിമ്പിൾ ടു സ്റ്റോർ ആണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കോഫി, കുറച്ച് വെള്ളം കൂടെ ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് പാലും കൂടെ ഇട്ട് വിസ്ക് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഇടാം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഐസ് കൂടെ ഇട്ടാൽ കോൾഡ് കോഫി റെഡി. സൂപ്പർ. ഇപ്പൊ കണ്ടില്ലേ മഷ്റൂം എല്ലാം ഡ്രൈ ആയിട്ട് നല്ല ഗ്ലോസി ആയി. ഇനി ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇടാം. ഇനി ഇതിൽ നിന്നുണ്ടല്ലോ നല്ല എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം. അടുത്തുണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സും ഒരേഗാനും കൂടി ഇടാം. ഇതിലോട്ട് നമുക്ക് മിൽക്കും ക്രീമിന്റെ മിക്സർ ഇടാം. ഞാൻ ഇതിൽ ഒരു 250 ml മിൽക്കും ഒരു 120 ml ക്രീമും കൂടെ ഇട്ടിട്ടുള്ള ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം. ഇത് കണ്ടില്ല ഒരു ലൈറ്റ് പിങ്ക് ആയത്, അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സോസ് എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം കേട്ടോ. പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡി. ഇനി ഇതിലോട്ട് നമുക്ക് ബോയിൽ ചെയ്ത് പാസ്ത ഇടാം. കണ്ടില്ലേ കഫേ സ്റ്റൈൽ പാസ്ത റെഡി. ഇനി ഞാൻ ഗാർലിക് ബ്രെഡ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പാസ്ത സെർവ് ചെയ്യാം. ചെറിയൊരു ഗാർണിഷിങ് റെഡി ആയില്ലേ. സിമ്പിളായിട്ട് നമുക്ക് കഫേ കിട്ടുന്ന അതേപോലെ നമ്മൾ വീട്ടിൽ റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കഫേ സ്റ്റൈൽ പിങ്ക് സോസ് പാസ്ത, ഗാർലിക് ബ്രെഡ്, പിന്നെ കോൾഡ് കോഫിയും റെഡി. ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ മതി ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 1 and 2 hours എടുത്തു എനിക്കിത് ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ എന്തായാലും ഞാൻ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഉണ്ടല്ലോ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, അതും പോയി നോക്കിക്കോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ബൈ.